124 പ്രകാശവർഷം അകലെ നിന്നും നമുക്കൊരു സന്ദേശം വന്നാലോ? നിങ്ങളെപ്പോലെ ഞങ്ങളും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു സന്ദേശം. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. കാരണം ജീവന്റെ കണികകൾ അവശേഷിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്ന ഒരു എക്സോ പ്ലാനറ്റ് K2-18b നമ്മുടെ ഭൂമിയെപ്പോലെ ഒരു ചെറിയ ചുവന്ന നക്ഷത്രത്തെ ചുറ്റുന്ന ലിയോ കോൺസ്റ്റേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹം 124 പ്രകാശവർഷങ്ങൾ അകലെ. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം, അതായത് 5.88 ട്രില്യൺ മൈൽസ് ആണ്. നമ്മൾ ആ വേഗത്തിൽ സഞ്ചരിച്ചാൽ 124 വർഷമെടുക്കും ആ ഗ്രഹത്തിൽ നമ്മൾ ചെന്നെത്താൻ. എന്നാൽ ഇത്രയും ദൂരം നിന്നുകൊണ്ട് തന്നെ K2-18b എന്ന ഈ എക്സോ പ്ലാനറ്റിനെ കുറിച്ച് പല അത്ഭുതകരമായ കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. K2-18b നമ്മുടെ ഭൂമിയേക്കാൾ ഭീമമായ ഒരു ഗ്രഹം. 2015 നാസയുടെ കെപ്ലർ സ്പേസ് ടെലസ്കോപ്പാണ് ഈ ഗ്രഹത്തെ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ സൂര്യനെ പോലെ തന്നെ മറ്റൊരു ചെറിയ നക്ഷത്രത്തെ ചുറ്റുന്ന ഒരു എക്സോ പ്ലാനറ്റ്. നമ്മുടെ സൗരയുഗത്തിന് പുറത്തുള്ള മറ്റു നക്ഷത്രങ്ങളെ ബലം വെക്കുന്ന ഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ നാസ ഉപയോഗിക്കുന്ന സ്പേസ് ടെലസ്കോപ്പാണ് കെപ്ലർ. ട്രാൻസിറ്റ് മെത്തേഡാണ് ഇതിനായി അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റിന്റെ മുന്നിലെത്തുമ്പോൾ നമ്മുടെ കാറിന്റെ ഹെഡ് ലാമ്പുകളുടെ ലൈറ്റുകൾ ഡിമ്മാകുന്നു. അതുപോലെ തന്നെ ഒരു ഗ്രഹം അതിന്റെ നക്ഷത്രത്തെ വലം വെക്കുമ്പോൾ ആ നക്ഷത്രത്തിന്റെ വെളിച്ചത്തെ അവ ബ്ലോക്ക് ചെയ്യും. ആ നക്ഷത്രത്തിന്റെ വെളിച്ചത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മനസ്സിലാക്കിയാണ് അവർ പുതിയ ഗ്രഹങ്ങളെ കണ്ടുപിടിക്കുന്നത്. ശൂന്യാകാശത്തുള്ള 1000-ലേറെ നക്ഷത്രങ്ങളെ ഇതുപോലെ കെപ്ലർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി K2-18b എന്ന ഗ്രഹം ഭൂമിയേക്കാൾ 2.6 മടങ്ങ് വലിപ്പമുള്ള 8.6 മടങ്ങ് ഭാരമുള്ള ഒരു ഗ്രഹം. തന്റെ നക്ഷത്രത്തിനോട് ഒരുപാട് ചേർന്ന് ഭ്രമണം ചെയ്ത് 33 ദിവസങ്ങൾ കൊണ്ട് അതിന്റെ ഭ്രമണം പൂർത്തിയാക്കുന്നു. K2-18 എന്ന ചുവന്ന നക്ഷത്രത്തിന്റെ ഹാബിച്വൽ സോണിലാണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്, അതായത് വാസയോഗ്യമായ സ്ഥലം. നമ്മുടെ ഭൂമിയെ പോലെ തന്നെ ജലത്തെ അതിന്റെ ദ്രാവക രൂപത്തിൽ തന്നെ നിലനിർത്താൻ കഴിയുന്ന കാലാവസ്ഥയും അന്തരീക്ഷവുമാണ് K2-18bക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജീവൻ അവിടെ നിലനിൽക്കുന്നു എന്ന സാധ്യത ഏറെ ഉയർത്തുന്നത്. 2019 K2-18bയുടെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ സാന്നിധ്യം ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യമായാണ് എക്സോ പ്ലാനറ്റുകളുടെ ഇടയിൽ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം ഉണ്ടാകുന്നത്. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് ഈ ഗ്രഹത്തെക്കുറിച്ച്. ജീവന്റെ കണികകൾ അവിടെ അവശേഷിക്കുന്നുണ്ടോ എന്ന്. അത് നമുക്ക് മറ്റൊരു ഭൂമിയാകുമോ? ഇത് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്നാണ്. നമുക്ക് പുറത്തൊരു ജീവിതമുണ്ടോ? K2-18b എന്ന ഈ ഗ്രഹം അതിനൊരു കീ ആണോ? നമുക്ക് കാത്തിരിക്കാം ഉത്തരങ്ങൾക്കായി.